നമസ്കാരം. വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയൊരു മന്ത്രിസഭ അധികാരത്തിലേറിയത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. മന്ത്രിമാരും അവരുടെ വകുപ്പുകളും PSCക്ക് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങളാണ്. അത് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാമെന്ന് പുതിയ ട്രിക്കുകളുമായി ഇതാ തൃശൂർ മാസ്റ്റേഴ്സ് കോളേജ് നിങ്ങളുടെ മുൻപിൽ. അപ്പോൾ ആരംഭിക്കല്ലേ? ഓക്കെ അല്ലേ? ആദ്യത്തേതാണ് രമേശ് ചെന്നിത്തല. ആഭ്യന്തരം, വിജിലൻസ്. പോലീസ്, വിജിലൻസ് എന്നിവ കൈകാര്യം ചെയ്യണമെങ്കിൽ നല്ല തല വേണം. അപ്പോ നമ്മുടെ ഈ മന്ത്രിസഭയിൽ ആർക്കാണ് നല്ല തലയുള്ളത്? രമേശ് ചെന്നിത്തല. അപ്പൊ രമേശ് ചെന്നിത്തല ആഭ്യന്തരം, വിജിലൻസ്. രമേശ് ചെന്നിത്തല ആഭ്യന്തരം, വിജിലൻസ്. അടുത്തതാണ് PK കുഞ്ഞാലിക്കുട്ടി. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, IT. വ്യവസായം, IT. IT-യുടെ വരവോടുകൂടി കുട്ടികൾക്ക് പോലും കുഞ്ഞു കുഞ്ഞു വ്യവസായങ്ങൾ തുടങ്ങാമെന്നായി. IT-യുടെ വരവോടുകൂടി കുട്ടികൾക്ക് പോലും കുഞ്ഞു കുഞ്ഞു വ്യവസായങ്ങൾ തുടങ്ങാമെന്നായി. അപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, IT. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, IT. അടുത്തതാണ് സണ്ണി ജോസഫ്. സണ്ണി ജോസഫ് വൈദ്യുതി, പരിസ്ഥിതി. സണ്ണി ജോസഫ് വൈദ്യുതി, പരിസ്ഥിതി. ഇനിയുള്ള ദിവസങ്ങൾ സണ്ണി ഡേയ്സ് ആയിരിക്കും. ഇനിയുള്ള ദിവസങ്ങൾ സണ്ണി ഡേയ്സ് ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? വൈദ്യുതിയുടെ വെളിച്ചത്തിൽ പരിസ്ഥിതി വെട്ടിത്തിളങ്ങുകയാണ്. വൈദ്യുതിയുടെ വെളിച്ചത്തിൽ പരിസ്ഥിതി വെട്ടിത്തിളങ്ങുകയാണ്. സണ്ണി ജോസഫ് വൈദ്യുതി, പരിസ്ഥിതി. സണ്ണി ജോസഫ് വൈദ്യുതി, പരിസ്ഥിതി. അടുത്തതാണ് K മുരളീധരൻ. K മുരളീധരൻ ആരോഗ്യം, ദേവസ്വം. K മുരളീധരൻ ആരോഗ്യം, ദേവസ്വം. നമുക്ക് ഈ ദേവസ്വത്തില് മുരളി വായിക്കണമെങ്കിൽ എന്ത് വേണം? നല്ല ആരോഗ്യം വേണം. നമ്മുടെ ദേവസ്വത്തിൽ മുരളി വായിക്കണമെങ്കിൽ എന്ത് വേണം? ആരോഗ്യം വേണം. K മുരളീധരൻ ആരോഗ്യം, ദേവസ്വം. K മുരളീധരൻ ആരോഗ്യം, ദേവസ്വം. അടുത്തതാണ് AP അനിൽകുമാർ. AP അനിൽകുമാർ റവന്യൂ. AP അനിൽകുമാർ റവന്യൂ. അദ്ദേഹത്തിന്റെ പേരും ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റും കൂടി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അനിൽകുമാർ റവന്യൂ. അനിൽ റവന്യൂ, അനിൽ റവന്യൂ, റവന്യൂ അനിൽ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം കിട്ടും കേട്ടോ. അടുത്തത് PC വിഷ്ണുനാഥ് സാംസ്കാരികം, സിനിമ. PC വിഷ്ണുനാഥ് സാംസ്കാരികം, സിനിമ. വിഷ്ണുലോകം എന്നുള്ള സിനിമ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. PC വിഷ്ണുനാഥ് സിനിമ. സാംസ്കാരിക മേഖലയുടെ ഭാഗം തന്നെയല്ലേ ഈ സിനിമ? അപ്പൊ സാംസ്കാരികവും കിട്ടും, സിനിമയും കിട്ടും. സാംസ്കാരികം, സിനിമ, PC വിഷ്ണുനാഥ്. സാംസ്കാരികം, സിനിമ, PC വിഷ്ണുനാഥ്. അടുത്തതാണ് M ലിജു. M ലിജു എക്സൈസ്, സഹകരണം. M ലിജു എക്സൈസ്, സഹകരണം. ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. നമ്മൾ ഈ ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് സഹകരണ മനോഭാവത്തോടു കൂടി നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര ലജ്ജിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? എക്സൈസ് സഹകരണത്തോടു കൂടി. അപ്പൊ എക്സൈസ് കിട്ടി, സഹകരണത്തോടു കൂടി. ലജ്ജിക്കേണ്ട ആവശ്യമില്ല. ലജ്ജ ലിജു, ലജ്ജ ലിജു എന്നുകൂടി കണ്ടുവന്ന എന്തായി? M ലിജു എക്സൈസ്, സഹകരണം. M ലിജു എക്സൈസ്, സഹകരണം. അടുത്തതാണ് റോജി M ജോൺ ഉന്നത വിദ്യാഭ്യാസം. റോജി M ജോൺ ഉന്നത വിദ്യാഭ്യാസം. ഒരു സിനിമയില് നമ്മുടെ ജഗതി പറയുന്ന ഡയലോഗാണ്, ഞാൻ ജോജിയുമായി അടിച്ച് പിരിഞ്ച്. എന്താണ്? ഞാൻ ജോജിയുമായി അടിച്ച് പിരിഞ്ച് എന്ന്. ഈ അടിക്കലും പിടിക്കലും ഒക്കെ എവിടെയാണുള്ളത്? കോളേജ് പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസത്തിലാണ്. അടിച്ചുപിരിയിലൊക്കെ എപ്പോഴാണ്? കോളേജ് പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസത്തിലാണ്. അങ്ങനെയാണെങ്കിൽ റോജി, ജോജി എന്ന് പറയുമ്പോൾ എന്ത് കേൾക്കാം? റോജി. അപ്പൊ ജോജി, റോജി. റോജി M ജോൺ ഉന്നത വിദ്യാഭ്യാസം. റോജി M ജോൺ ഉന്നത വിദ്യാഭ്യാസം. അടുത്താണ് T സിദ്ദിഖ്. അദ്ദേഹത്തിന് കിട്ടിക്കുന്ന വകുപ്പ് കൃഷിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. കാർഷികമായി സിദ്ധിയുള്ള ആളാണ് സിദ്ദിഖ്. കാർഷികമായി സിദ്ധിയുള്ള ആളാണ് സിദ്ദിഖ്. T സിദ്ദിഖ് കൃഷി. T സിദ്ദിഖ് കൃഷി. അടുത്തത് KA തുളസി ഹരിജനക്ഷേമം. ഹരിജനക്ഷേമം എന്ന് വെച്ചാൽ എന്താ? പട്ടികജാതി പട്ടിക വകുപ്പ്. KA തുളസി ഹരിജനക്ഷേമം. ഹരിജനക്ഷേമം. ഈ ഹരിക്ക് തുളസിമാല ചാർത്തുക. ഹരി എന്ന് വെച്ചാൽ വിഷ്ണു. അപ്പൊ ഹരിക്ക് എന്ന് ചേർത്താണ് തുളസിമാല ചാർത്തുക എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? KA തുളസി ഹരിജനക്ഷേമം. KA തുളസി ഹരിജനക്ഷേമം. അടുത്തത് ബിന്ദു കൃഷ്ണ വനിതാ തൊഴിൽ. ബിന്ദു കൃഷ്ണ വനിതാ തൊഴിൽ. ഒരു സിനിമയിൽ ഒരു പാട്ടുണ്ട്, സുഖമൊരു ബിന്ദു എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ടിൽ മാത്രമേ സുഖമുള്ളൂ എന്തില്ല, അത്ര വലിയ സുഖമൊന്നുമില്ല. വനിതകൾക്ക് എപ്പോഴും എന്താണ്? തൊഴിലെടുക്കാനേ നേരമുള്ളൂ. വനിതകൾക്ക് എപ്പോഴും എന്താണ്? തൊഴിലെടുക്കാനേ നേരമുള്ളൂ. അപ്പൊ ബിന്ദു എന്ന് പറയുന്നത് ബിന്ദു കൃഷ്ണ
വനിത തൊഴിൽ. ബിന്ദു കൃഷ്ണ വനിത തൊഴിൽ. ഓക്കെയാണോ? അടുത്തത് OJ ജനീഷ് യുവജനം കായികം. OJ ജനീഷ് യുവജനം കായികം. യുവജനങ്ങൾക്കിടയിൽ കായികാഭിരുചി ജനിപ്പിക്കുന്നതിന് ജനീഷിനെ മന്ത്രിയാക്കി. യുവജനങ്ങൾക്കിടയിൽ കായികാഭിരുചി ജനിപ്പിക്കുന്നതിന് ആര് മന്ത്രിയാക്കി? ജനീഷിനെ. അപ്പൊ OJ ജനീഷ് യുവജനം കായികം. OJ ജനീഷ് യുവജനം കായികം. അടുത്തതാണ് N ഷംസുദ്ദീൻ. പൊതുവിദ്യാഭ്യാസമാണ് അദ്ദേഹത്തിന് കിട്ടിയ വകുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഷംസുദ്ദീനില് ഒരു ദീൻ കാണില്ലേ? അപ്പൊ ദീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താർത്ഥം? മതം. അപ്പോ ദീനീ വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ എന്താർത്ഥം? മതപരമായ വിദ്യാഭ്യാസം. അപ്പോ ഷംസുദ്ദീന് മതപരമായ വിദ്യാഭ്യാസം മാത്രമല്ല എന്തും കൂടി കിട്ടിയിട്ടുണ്ട്, പൊതുവിദ്യാഭ്യാസം കൂടി കിട്ടിയിട്ടുണ്ട്. എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസം. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് കേട്ടോ. ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസം. അടുത്തതാണ് KM ഷാജി. KM ഷാജിക്ക് കിട്ടിയ വകുപ്പ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. നമുക്ക് ഈ ഷാജി എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ വരിക? ഷാജി പാപ്പൻ അല്ലെ? അപ്പൊ ഷാജി പാപ്പൻ തനി ലോക്കൽ ആണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ആ ഭാഗം കിട്ടില്ലേ? KM ഷാജി ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. KM ഷാജി ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. അടുത്തതാണ് PK ബഷീർ. PK ബഷീർ അദ്ദേഹത്തിന് കിട്ടിയ വകുപ്പ് പൊതുമരാമത്ത്. PK ബഷീർ പൊതുമരാമത്ത്. ഈ പൊതുമരാമത്ത് പണി എന്ന് വെച്ചാൽ എന്താ? മതിലുകള്, റോഡുകള്, കെട്ടിടങ്ങളൊക്കെ പണിയാണല്ലോ. ഈ മതിലുകൾ എഴുതിയതാരാ? നമ്മുടെ ബഷീറാണ് അല്ലെ? അപ്പൊ ബഷീർ എന്ന് പറയുമ്പോൾ പൊതുമരാമത്ത് അങ്ങനെ കണക്ട് ചെയ്യാം. PK ബഷീർ പൊതുമരാമത്ത്. PK ബഷീർ പൊതുമരാമത്ത്. അടുത്തതാണ് CP ജോൺ. CP ജോണിന് കിട്ടിക്കുന്ന വകുപ്പാണ് ട്രാൻസ്പോർട്ട്. CP ജോണിന് കിട്ടിക്കുന്ന വകുപ്പ് ട്രാൻസ്പോർട്ട്. ഈ CP ജോൺ ട്രാൻസ്പോർട്ടിൽ കയറി കഴിഞ്ഞാൽ എപ്പ് കഴിഞ്ഞാലും എന്താണ്? സിപ്പപ്പ് കഴിച്ചുകൊണ്ടിരിക്കും. CP ജോൺ ട്രാൻസ്പോർട്ടിൽ കയറി കഴിഞ്ഞാൽ എപ്പോഴും സിപ്പപ്പ് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോ CP ജോൺ ട്രാൻസ്പോർട്ട്. CP സിപ്പപ്പ്. CP സിപ്പപ്പ് എന്നാലോചിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടി? CP ജോൺ ട്രാൻസ്പോർട്ട് എന്ന് കിട്ടും. അടുത്തതാണ് VE അബ്ദുൽ ഗഫൂർ ഫിഷറീസ്. VE അബ്ദുൽ ഗഫൂർ ഫിഷറീസ്. ഈ ഗഫൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ എന്താണ് വരിക? മാമുക്കോയുടെ ഒരു സിനിമയുള്ളതാണ് അല്ലെ? ഗഫൂർ കാ ദോസ്ത്. അപ്പൊ ഗഫൂർ കാ ദോസ്ത് എന്ന് പറയുമ്പോഴും ഫിഷ് പങ്കുവയ്ക്കുമ്പോൾ മാത്രമേ ഈ ദോസ്തുള്ളൂ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? VE അബ്ദുൽ ഗഫൂർ ഫിഷറീസ്. VE അബ്ദുൽ ഗഫൂർ ഫിഷറീസ്. അടുത്തതാണ് മോൻസ് ജോസഫ് ഭവന നിർമ്മാണം ജലവിഭവം. മോൻസ് ജോസഫ് ഭവന നിർമ്മാണം ജലവിഭവം. ജോസഫിന്റെ മോൻ ഭവനത്തിൽ വരുന്നവർക്കൊക്കെ ജലം കൊടുക്കുന്ന ആലോചിച്ച് കഴിഞ്ഞാൽ അത് കിട്ടും. ജലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം. അപ്പൊ ജോസഫിന്റെ മോൻ ഭവനത്തിൽ വരുന്നവർക്കെല്ലാം ജലം കൊടുക്കുമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? മോൻസ് ജോസഫ് ഭവന നിർമ്മാണം ജലവിഭവം. മോൻസ് ജോസഫ് ഭവന നിർമ്മാണം ജലവിഭവം. അടുത്തതാണ് അനൂപ് ജേക്കബ് ഭക്ഷ്യം സിവിൽ സപ്ലൈസ്. അനൂപിൽ തന്നെ ഒരു അന്നം ഉണ്ടല്ലേ? അപ്പൊ അന്നം സപ്ലൈ ചെയ്യുന്നതാണ് അനൂപിന്റെ ജോലി. അന്നം സപ്ലൈ ചെയ്യുന്നതാണ് ആരുടെ ജോലി? അനൂപിന്റെ ജോലി. അപ്പൊ അനൂപ് ജേക്കബ് ഭക്ഷ്യം സിവിൽ സപ്ലൈസ്. അനൂപ് ജേക്കബ് ഭക്ഷ്യം സിവിൽ സപ്ലൈസ്. അടുത്തതാണ് ഷിബു ബേബി ജോൺ വനം വന്യജീവി. ഷിബു ബേബി ജോൺ വനം വന്യജീവി. ഷിബു ബേബികളെ വനത്തിൽ വന്യജീവികളെ കാണിക്കാൻ കൊണ്ടുപോയി. ഷിബു ബേബികളെ വനത്തിൽ വന്യജീവികളെ കാണിക്കാൻ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ എന്താണ്? ഷിബു ബേബി ജോൺ വനം വന്യജീവി. ഷിബു ബേബി ജോൺ വനം വന്യജീവി. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.